എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സാധാരണയ്ക്ക് വിപരീതമായി കൃഷിയുടെ വീഡിയോ അല്ല. എൻ്റെ ഈ ബാഗിൽ കാണുന്ന പെർഗോള, നമ്മൾ പെർഗോള എന്നൊക്കെ നീട്ടി കുറുകിയൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പന്തലാണ്. ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു പന്തലാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ അത്രയ്ക്കും പരിചിതമല്ല. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് പലയിടത്തും കാണാറുണ്ട്. ഇത് ഡെക്കറേറ്റീവായിട്ട് സാധാരണ രീതിയിൽ ബാക്ക് യാർഡിലാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ അപൂർവമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പെർഗോളയാണ്. അതിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് മേക്ക് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Those who are watching and are not understanding this language, it may be sometimes you feel it's a weird language, but it's all about this beautiful pergola, how to make this one yourself. It's actually a time-lapse video. All the details included in this video. I'm pretty sure you'll understand this video entirely. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ നമുക്ക് കിറ്റ് വാങ്ങാൻ കിട്ടും. എങ്കിൽ തന്നെ കിറ്റായിട്ട് വാങ്ങി പലരും ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഫ്രം സ്ക്രാച്ചാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈൻ്റെ ട്രീറ്റഡ് വുഡാണ്. അത് പ്രഷർ ട്രീറ്റഡ് വുഡാണ് യൂസ് ചെയ്യുന്നത്. അതിന് 4 പോള് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ബീം വാങ്ങിയിട്ടുണ്ട്. പോള് വാങ്ങിയിരിക്കുന്നത്, തൂണുകൾ വാങ്ങിയിരിക്കുന്നത് 12 ഫീറ്റിൻ്റെയാണ്. അതുപോലെ തന്നെ റാഫ്റ്റർ മുകളിൽ വെക്കുന്നത് 18 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ബീമിൻ്റെയും റാഫ്റ്ററിൻ്റെയും മുകളിലത്തെ സൈഡ് നമുക്ക് ഒരു കേർവായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ജിക്സോ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതായത് റാഫ്റ്ററിന് നമ്മൾ 1 ഫീറ്റ് ഡിസ്റ്റൻസിൽ കേർവായി കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ബീമിന് 1¼ അതായത് 1.25 അടി നീളത്തിൽ കേർവായിട്ട് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത പോർഷന് നമ്മൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ പിടിച്ച് ക്ലിയർ ചെയ്യും. കാരണം അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കോഡ്ലെസ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത് ഈസി ആയിട്ട് നമുക്കത് മുറിഞ്ഞു പോരും. പ്രഷർ ട്രീറ്റർ ആയതുകൊണ്ട് ഈ തടി കേടായി പോകത്തില്ല. എങ്കിൽ തന്നെ അത്ര വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഓക്ക് പോലത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തടിയല്ല. അപ്പം വർക്ക് ചെയ്യാൻ ഈസിയാണ്. അതായത് അതിലെളുപ്പമാണ്. സൈഡർ വുഡ് എന്ന് പറഞ്ഞാൽ സെഡാർ വുഡ് എന്നൊക്കെ പറയുന്ന വുഡ്, അതിലും പണിയാൻ എളുപ്പമുള്ള ഒരു തടിയാണ്. അപ്പോൾ നമ്മളിത് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് അത്യാവശ്യം ഒരു സാൻഡ് പേപ്പറൊക്കെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിൽ എന്താ ചെയ്യുന്ന വുഡ് സ്റ്റെയിൻ അടിച്ച ശേഷം പിന്നീട് നമ്മൾ വൈറ്റ് ഗ്ലോസി പെയിൻ്റാണ് അടിക്കുന്നത്. അപ്പം ഇതെല്ലാം എല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുക, പ്രിപ്പയർ ആക്കി വെക്കുക. ആദ്യത്തെ ദിവസം അത് പ്രിപ്പയർ ആക്കി വെച്ചു. അപ്പം എല്ലാത്തിൻ്റെയും സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും മുകളിലത്തെ ലെയറാണ്. അതിന് ലാറ്റീസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ 9 എണ്ണമാണ് മേടിച്ചിരിക്കുന്നത്. 9 ലാറ്റീസാണ് മേടിച്ചിരിക്കുന്നത്. ദാറ്റ് വാസ് നോട്ട് ഇനഫ് ആക്ച്വലി. അത് നമ്മൾ വീണ്ടും മേടിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് ആദ്യത്തെ അളവ് തെറ്റിപ്പോയി. അപ്പം അത് നമ്മളൊരു ആംഗിളിലാണ് കട്ട് ചെയ്തത്, കേർവായിട്ടല്ല. അതിനുശേഷം നമ്മളതിൽ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് വുഡ് സ്റ്റെയിനാണ് ആദ്യം സ്പ്രേ ചെയ്യുന്നത്. വുഡ് സ്റ്റെയിൻ ചെയ്ത് അതിൽ പിടിച്ച ശേഷം പിന്നീട് ഗ്ലോസി വൈറ്റ് പെയിൻ്റാണ് അടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഇതിന് പെയിൻ്റ് അടിച്ച് എല്ലാം റെഡിയാക്കി. രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. ആദ്യത്തെ ദിവസം കർവ് എല്ലാം കട്ട് ചെയ്ത് വന്നപ്പോഴത്തേനും ഒരു ദിവസമായി. രണ്ടാമത്തെ ദിവസം നമ്മളത് എല്ലാം ഫിനിഷ് ചെയ്ത് എല്ലാ വുഡുകളും റെഡിയാക്കി. പിറ്റേ ദിവസം വർക്കിന് വേണ്ടിയിട്ടുള്ളത് എല്ലാം റെഡിയാക്കി. അപ്പോൾ നമ്മുടെ വുഡുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ 4 പോളാണ് എടുത്തിരിക്കുന്നത്. 12 ഫീറ്റിൻ്റെ 4x6. അതുപോലെ തന്നെ 4 ബീമാണ് 16 ഫീറ്റ് ബൈ 8 ഇഞ്ച്. പിന്നെ 18 റാഫ്റ്റർ എടുത്തിട്ടുണ്ട്, 12 ഫീറ്റ് ബൈ 8. അതുപോലെ തന്നെ 14 ലാറ്റീസ് 3 ഇഞ്ചിൻ്റെ 16 ഫീറ്റിൻ്റെ 14 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 9 ആദ്യം ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മളിത് മണ്ണിൽ കുഴിച്ചിടുക. അപ്പോൾ ഇവിടെ മണ്ണൽ മാത്രമുള്ള വലിയ ഉറപ്പില്ലാത്തതാണ്. അപ്പം നമ്മൾ കുഴിയെടുത്ത് ഒരു 2.5 അടി താഴ്ചയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിൽക്കുന്നത്. അപ്പം 12 ഫീറ്റ് ഈസ് ടു മച്ച് ആയത് കാരണം 1 ഫീറ്റ് നമ്മളതിൽ കട്ട് ചെയ്യുകയാണ്. ബീമല്ല, പോളിൻ്റെ 1 ഫീറ്റ്
നമ്മൾ കട്ട് ചെയ്യും. കാരണം 11 ഫീറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. കാരണം 2.5 ഫീറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള 8.5 ഫീറ്റ് മതി നമുക്ക്. അപ്പോൾ ഏകദേശം റൂഫുമായിട്ട് മാച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒത്തിരി പൊങ്ങി നിൽക്കും അത്. ആദ്യത്തെ ദിവസം നമ്മളത് വാട്ടർ ലെവൽ വെച്ച് റെഡിയാക്കി സ്റ്റഡിയാക്കി സപ്പോർട്ട് ചെയ്ത ശേഷം അതിൽ നമ്മൾ കോൺക്രീറ്റ് ഇടുകയാണ്. കോൺക്രീറ്റ് മിക്സ് ക്യുക്ക് സെറ്റായിട്ടുള്ള വേഗം സെറ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് മിക്സ്. അതിനകത്ത് മണലും മെറ്റലും സിമെൻറ്റും ചേർന്ന് മാസ്ക് വെക്കാതെയാണ് ചെയ്യുന്നത്. മാസ്ക് വെച്ചിട്ട് ചെയ്യേണ്ട പണിയാണ് ഇതൊക്കെ. മാസ്ക് വെക്കാൻ മറന്നായി. എനിവേ, അത് നമ്മൾ ആദ്യത്തെ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും നല്ല സ്ട്രോങ് ആയിട്ട് അത് സെറ്റായിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കോൺക്രീറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഹെവി ആയിട്ടുള്ള സംഗതി ഇതിൻ്റെ മുകളിൽ കയറുന്നത്. പിന്നീട് അത് മാത്രമല്ല, ഇവിടെ ഹരിക്കേന് കൊടുങ്കാറ്റ് എല്ലാ വർഷവും വരുന്ന ഒരു സ്ഥലമായത് കാരണമാണ് ഇതുപോലെ നല്ല കോൺക്രീറ്റ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് ഇത് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ഈ ബീം 16 ഫീറ്റ് ബൈ 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ നല്ല ഹെവി സാധനമാണ്. അപ്പം അതിന് നമ്മളൊരു ക്രോസ് ആയിട്ട് ഒരു സൈഡിൽ ഒരു സപ്പോർട്ട് വെച്ചു. മറ്റേ സൈഡിൽ നിന്നൊരു ക്രേപ്പ് മെട്ടിൽ എന്ന് പറഞ്ഞൊരു ട്രീ ആയിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ക്രോപ്പ് ചെയ്ത് ചെറുതായിട്ട്, അത് പ്രൂണിങ്ങിൻ്റെ സമയമായിട്ടില്ല. അപ്പം നമുക്ക് ഇഷ്ടംപോലെ വർക്ക് സ്പേസ് കിട്ടുന്നു. അപ്പോൾ നമ്മൾ 1.25 ഇഞ്ച് 2 സൈഡിലേക്കും 1.25 ഫീറ്റ് 2 സൈഡിലേക്കും ഇടയിട്ടിട്ടാണ് നമ്മളിത് പോളിൽ നിന്ന് ബീം റെഡിയാക്കുന്നത്. അപ്പം വാട്ടർ ലെവൽ വെച്ച്, വാട്ടർ ലെവൽ എപ്പോഴും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സംഗതി ചെയ്ത് കഴിയുമ്പം ആണി അടിച്ചാലും നേരെ നിൽക്കത്തില്ല. അതുമാത്രമല്ല, നമ്മൾ കോടിയിരിക്കും ചിലപ്പം വാട്ടർ ലെവൽ ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം 2 ബീം അപ്പുറത്ത് വെച്ചു. നമ്മൾ പോളിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 ബീമുകളാണ് വെക്കുന്നത്. അപ്പോൾ 4 ബീമാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അത് കഴിയുമ്പം അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി പിറ്റേ ദിവസം രാവിലെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. റാഫ്റ്റർ വെക്കുകയാണ്. അതാണ് മെയിൻ പണി നമ്മുടേത്. അപ്പോൾ 2 സൈഡിലും ഓരോ റാഫ്റ്റർ വെച്ച ശേഷം നമ്മൾ ഒരു ലാറ്റിസ് എടുത്ത് 2 സൈഡിൽ നിന്നും സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അപ്പം ബാക്കിയുള്ള റാഫ്റ്ററുകൾ നമ്മൾ വെക്കുമ്പോൾ ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. നമുക്കല്ലെങ്കിൽ പിന്നെ എല്ലാം അളന്ന് നോക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല നമ്മൾ. അപ്പോൾ എല്ലാം വെച്ച് കഴിഞ്ഞു. പിന്നീട് നമുക്ക് നമുക്ക് ലാറ്റിസ് നമുക്ക് ഊരിയെടുക്കാവേ. ഇതിപ്പം വെച്ചിരിക്കുന്ന റാഫ്റ്ററെല്ലാം നമ്മൾ സ്ക്രൂ ചെയ്യുകയാണ്. കൺസ്ട്രക്ഷൻ തുരുമ്പ് പിടിക്കാത്ത സ്ക്രൂ വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്തു. അതിനുശേഷം അതേപോലെ തന്നെ 4 താഴെയും കൂടെ വെക്കുകയാണ്. നമുക്കതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയാണ് എനിക്കൊരു പണി കിട്ടിയത്. കാരണം ഞാൻ 9 ലാറ്റിസ് മാത്രമേ മുകളിലത്തെ ഇത് വെച്ചുള്ളൂ. എൻ്റെ കണക്ക് തെറ്റിപ്പോയി. അപ്പം അത് വെച്ച് കഴിഞ്ഞപ്പം ഒത്തിരി അകന്നാണ് ഇരിക്കുന്നത്. അത് പോരാ. അതുകൊണ്ട് അന്ന് ഞാനത് സ്ക്രൂ ചെയ്തിട്ടില്ല. പിന്നെ വേഗം അടുത്തത് പോയി വാങ്ങി റെഡിയാക്കി. അപ്പോൾ സൈഡ് കട്ട് ചെയ്ത്, സൈഡ് നമ്മൾ കർവായിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്, ഒരു ആംഗിളിൽ 45 ഡിഗ്രിയിൽ അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് ഏതായാലും പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം ഞാൻ കടയിൽ പോയത് വാങ്ങി രാവിലെ അത് കട്ട് ചെയ്ത് റെഡിയാക്കി. അതിനുശേഷം നമ്മൾ ആമിൻ്റെ പണി തുടങ്ങി. 4 ആം നമ്മൾ സൈഡിൽ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്ന, ഒരു ബലത്തിനും ഭംഗിക്കും വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 6 ഇഞ്ച് വീതിയുള്ള പലക, 2 ഇഞ്ച് കട്ടി ഉള്ള സാധനമാണ്. അപ്പോൾ അത് ഒരു സൈഡ് മാത്രം കർവായിട്ട് കട്ട് ചെയ്യും. മറ്റേ സൈഡിൽ ഒരു 45 19 ഡിഗ്രിയിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മളത് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും മൊത്തത്തിൽ വളഞ്ഞ് ഒരു സപ്പോർട്ട് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ നമ്മൾ ഒരു സൈഡ് മാത്രമേ കർവായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ കട്ട് ചെയ്ത ഭാഗം സാൻഡ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് റോട്ടർ ഉപയോഗിച്ച് ക്ലിയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ അത് ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ച ശേഷം നമ്മുടെ ലാറ്റിസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് നമ്മളെല്ലാം കൺസ്ട്രക്ഷൻ നെയിൽ വെച്ചിട്ട്, നെയിലെല്ലാം സ്ക്രൂ ആണത്, തുരുമ്പ് പിടിക്കാത്ത സ്ക്രൂ ആണ്. നമ്മളത് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് അതിനെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം മുകളിലത്തെ പണിയെല്ലാം ഫിനിഷ് ആകുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ആം പിടിപ്പിക്കുകയാണ്. അപ്പം വൈകുന്നേരമായി, ഒരു ആം പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് സന്ധ്യയായി. അപ്പം എല്ലാ ദിവസവും ഫുൾ ടൈമിൽ ഇതിന് പണിയല്ല, ബാക്കിയ പണികളുടെ ഇടയ്ക്കാണ് ഇത് ചെയ്യുന്നത്. കുറേശ്ശെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. ആദ്യത്തെ ഒരു ദിവസം ഫുൾ ഡേ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കിത് ഫൈനൽ ഡേ ആണ്. ഇതൊന്ന് ഫിനിഷ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പം ഒരാം ഇന്നലെ പിടിപ്പിച്ചിരുന്നു. ബാക്കി ആം 4 കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മറ്റേ സൈഡിലും ഒരു 4 കൂടെ വേണമെന്ന്. അപ്പോൾ അത് ചെറുത് ഉണ്ടാക്കി പിടിപ്പിച്ചു.
അതിനുശേഷം അതിലെല്ലാം ഗ്ലോസി പെയിൻ്റ് അടിച്ചു. അപ്പോൾ അതുകൂടെയാണ് നമുക്കൊരു ഫിനിഷിങ് കിട്ടുന്നത്. വൈറ്റ് ഗ്ലോസി പെയിൻ്റ് അടിക്കുക ചെയ്തത്. അപ്പോൾ അത് പെരയുടെ മാച്ചിങ്ങിന് വേണ്ടി സാധാരണ രീതിയിൽ വുഡിൻ്റെ അതേ കളറാണ് അടിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് ഒരു ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി ഒരു ട്രെല്ലിസ് ഉണ്ടാക്കാം. അപ്പോൾ അത് ക്ലൈമ്പിംഗ് ആയിട്ടുള്ള ചെടികൾ കയറ്റി വിടാൻ പറ്റും. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 അടി വീതിയിൽ ഇതിൻ്റെ 8.5 അടി ഉയരത്തിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഏണി പോലെ ഉണ്ടാക്കത്തില്ല. അതിൻ്റെ നടുക്ക് നീളം കുറഞ്ഞ 2 കൂടെ വെച്ച് ഒരു ഡിസൈനായിട്ട് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 2 സൈഡിൽ ഓരോന്ന് ഉണ്ടാക്കി വെച്ചു, പെയിൻറ്റും അടിച്ചു, എല്ലാ പണിയും നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം എടുത്തു എങ്കിൽ തന്നെ പണിയെല്ലാം ഫിനിഷ് ചെയ്തു, എല്ലാം ഭംഗിയായി. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.